ഡ്രൈവറെ കൊണ്ട് ചെരുപ്പഴിപ്പിച്ചതോടെ സ്പീക്കർ എൻ ശക്തൻ പല സത്യങ്ങളും തിരിച്ചറിയുകയാണ്. അതിൽ പ്രധാനം വള്ളത്തോളിന്റെ കവിതയിൽ കാണുന്ന ദേശസ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകാൻ പോലും നിൽക്കാതെ ഹർഷപൂരിതമായി പോകുന്ന പ്രത്യേക മാനസികാവസ്ഥയിലാണ് സ്പീക്കർ. ശക്തന്റെ കവിത പറച്ചിൽ കേൾക്കാം. ഭാരതം എന്ന് കേട്ടാൽ ഹർഷപൂരിതമാകണം. ഇപ്പൊ എന്താ പറഞ്ഞ? ഹർഷപൂരിതമാകണം. അതിനു മുമ്പ് ഭാരതം എന്ന് കേട്ടാൽ അതിനുശേഷം ഹർഷപൂരിതമാകണം. കേരളമെന്ന് കേട്ടാലോ ചോര തിളയ്ക്കണം ഞരമ്പുകളിൽ. ചെരുപ്പഴിപ്പിക്കലിൽ മാത്രമല്ല കവിതാലാപനത്തിലും ശക്തൻ ഒരു സംഭവമാണെന്ന് ബോധ്യമായില്ലേ? എന്തായാലും ഇത്രയും കാലത്തെ ഔദ്യോഗിക ജീവിതത്തിനിടെ ചെരുപ്പഴിപ്പിക്കൽ വിവാദത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവവും ഇതിനു മുമ്പുണ്ടായിട്ടില്ലത്രേ. ചെരുപ്പിടുമ്പോൾ കുനിയാൻ വയ്യാത്ത പ്രത്യേകതരം അസുഖമുള്ള താൻ ഡ്രൈവറെ കൊണ്ട് ചെരുപ്പിടിവിച്ചതിനെ ഇത്രയധികം വിവാദമാക്കി തീർത്ത മാധ്യമങ്ങളെക്കുറിച്ചാണ് ഒന്നാമത്തെ അറിവ്. ഞാൻ പല പ്രാവശ്യം MLA ആകുകയും മന്ത്രിയാകുകയും ഡെപ്യൂട്ടി സ്പീക്കറാകുകയും സ്പീക്കറാകുകയും ചെയ്തു. എൻ്റെ വളർച്ചയിൽ മാധ്യമങ്ങൾ അല്ല എന്നെ സഹായിച്ചിട്ടുള്ളത്. മാധ്യമങ്ങളുടെ സഹായം എൻ്റെ വളർച്ചയിൽ ഒരിക്കലും എനിക്ക് കിട്ടിയിട്ടേയില്ല. എവിടെങ്കിലും ചെറിയൊരു സന്ദർഭമെങ്കിലും കിട്ടിയാൽ ഇതുപോലുള്ള ഉപദ്രവം മാത്രമേ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ശക്തൻ ഒരിക്കലും അശക്തനായില്ല. ചെരുപ്പഴിപ്പിച്ചതിന്റെ പിന്നിലെ രോഗാവസ്ഥ വെളിപ്പെടുത്തിയിട്ടും ചാനലുകൾ ആവർത്തിച്ച് അക്കാര്യം ചർച്ച ചെയ്തു. എന്തു ചെയ്യാം, ശക്തന്റെ ഒരു വിധി. ഞാൻ വിചാരിച്ചു മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടാണ് അങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിച്ചത് എന്നാണ്. അതുകൊണ്ട് സ്പീക്കർ എന്ന നിലയിൽ ഒരിക്കലും ഒരു പത്രസമ്മേളനം വിളിച്ച് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി പറയാൻ പാടില്ല എങ്കിൽ പോലും ഇന്നലെ ഞാൻ ഔദ്യോഗികമായി ഒരു പത്രസമ്മേളനം വിളിച്ച് ഉണ്ടായ സാഹചര്യങ്ങൾ ഞാൻ നിരത്തുകയുണ്ടായി. അതോടുകൂടി ആ വിവാദം അവസാനിക്കും എന്നാണ് ഞാൻ ധരിച്ചത്. പക്ഷേ ഇന്നലെ രാത്രിയായപ്പോൾ ചാനൽ ചർച്ചകൾ കണ്ടപ്പോൾ ആ വിവാദം അവസാനിച്ചിട്ടില്ല, അത് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായി. അതെന്തായാലും നിർഭാഗ്യകരമായിപ്പോയി. ആ ചാനൽ ചർച്ചയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് വളരെ വ്യക്തമായി അറിയാം. അവർ എൻ്റെ അസുഖത്തിൻ്റെ പേര് ഞാനിന്നലെ ഒരിടത്തും പറഞ്ഞില്ല. പക്ഷെ അവർ തന്നെ ആ പേര് മനസ്സിലാക്കിയിട്ട് ആ ബന്ധപ്പെട്ട ഡോക്ടർമാരെ, എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർമാരൊന്നുമല്ല, എന്നെ കാണുകയോ പരിചയപ്പെടുകയോ എൻ്റെ അസുഖത്തെപ്പറ്റി എന്നോട് സംസാരിക്കുകയോ ചെയ്തിട്ടുള്ള ഡോക്ടർമാരല്ല. അങ്ങനെ പല ഡോക്ടർമാരെയും അവരിന്നലെ ചാനൽ ചർച്ചകളിൽ വിളിച്ചു. എല്ലാ ഡോക്ടർമാരും പറഞ്ഞ ഒരേ കാര്യമുണ്ട്: ഇങ്ങനെ ഒരു അസുഖമുള്ള ഒരാളിനോട് കുനിയരുത് എന്ന് ഞങ്ങൾ വളരെ നിർബന്ധമായി പറയും. അങ്ങനെ കുനിഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖം വീണ്ടും വന്നാൽ പൂർണ്ണമായും കാഴ്ച നശിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ശക്തനായി തന്നെ നിലനിന്നു എന്നിടത്താണ് കാര്യം. പക്ഷേ അശക്തനാക്കും വിധത്തിലുള്ള ഒരു വലിയ കാര്യം കൂടി ഈ സംഭവത്തോടെ ശക്തൻ തിരിച്ചറിഞ്ഞു. അത് കാഴ്ചയുടെ കാര്യത്തിൽ ഡോക്ടർ പറഞ്ഞ ചില ഞെട്ടിക്കുന്ന സത്യങ്ങളാണ്. ഇത്ര കാലമായിട്ടും രഹസ്യമാക്കി വെച്ചിരുന്ന ആ വിവരം ചെരുപ്പഴിക്കൽ വിവാദത്തോടെ ഭാര്യയാണ് വെളിപ്പെടുത്തിയത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് സഹധർമ്മിണി പറഞ്ഞ ഒരു കാര്യം കേട്ടപ്പോൾ ഞാൻ സ്തംഭിച്ചു. സഹധർമ്മിണി പറഞ്ഞത് 10 വർഷത്തിന് മുൻപ് ഞാൻ സംസ്ഥാനത്ത് മന്ത്രിയായിരുന്നപ്പോൾ അന്ന് എൻ്റെ കണ്ണ് ചികിത്സിക്കുന്നതിന് വേണ്ടി മദ്രാസിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ വിശദമായി എൻ്റെ കണ്ണ് പരിശോധിച്ചു. എന്നിട്ട് ഞാൻ അടുത്ത മുറിയിലിരിക്കുന്നു. അതിനുശേഷം എൻ്റെ മിസ്സിസിനെയും എൻ്റെ സണ്ണില്ല ഡോക്ടറാണ്, ഡോക്ടറെയും കൂടി ആ ഡോക്ടറെ വിളിച്ച് മുറിയിലിരുത്തിയിട്ട് പറഞ്ഞു, ഈ രീതിയിൽ പോവുകയാണെങ്കിൽ മിനിസ്റ്ററുടെ, അന്ന് ഞാൻ മന്ത്രിയാണ്, മിനിസ്റ്ററുടെ കാഴ്ച പരമാവധി 3 വർഷം കൂടിയേ ഉണ്ടാകൂ. 3 വർഷം കഴിയുമ്പോൾ പൂർണ്ണമായും ഒന്നും കാണാൻ വയ്യാത്ത രീതിയിലെത്തും എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അത് പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ അറിയുന്നത് ഇന്നലെ രാത്രി മാത്രമാണ്. മാധ്യമങ്ങളുടെ ഈ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് രാത്രിയാണ് എന്നോട് പറയുന്നത് 10 വർഷത്തിന് മുമ്പ് ഡോക്ടർമാർ ഇനി കണ്ണുകൊണ്ട് കാഴ്ചയുള്ളത് വെറും 3 വർഷം മാത്രമാണ് എന്ന് പറഞ്ഞു എന്ന്. മുല്ലക്കര രത്നാകരനും VS അച്യുതാനന്ദനുമൊക്കെ സഹായികളെ കൊണ്ട് ചെയ്യിക്കുന്ന സമാന കൃത്യങ്ങളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് ശക്തൻ പുതിയ ന്യായീകരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. എതിർ പാർട്ടിക്കാർ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നതുകൊണ്ട് എന്താണ് സാർ കാര്യം? ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് സുധാകരന്റെ വേവലാതികൾ.
4 ദിവസം മുമ്പേ അവരെ ഞാൻ കൊണ്ടുവന്ന് മാഹി കൊണ്ടുപോയി താമസിപ്പിച്ചു. അടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. നിങ്ങൾ വലിയവനാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. ആ ചങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത എല്ലാം എനിക്കിഷ്ടമായി.